ഹലോ നമസ്കാരം വീത്തിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഒരു PVC ഹാങ്ങിങ് ലാമ്പിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ ഈ ഐ ബട്ടണിൽ പോയി ഒന്ന് കാണുക. അപ്പം ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി പേര് കമന്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ PVC കൊണ്ട് അടിപൊളി ഒരു വാൾ ലൈറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വാൾ ലൈറ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ PVC ലൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം 45 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC 4 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 4 ഇഞ്ച് പൈപ്പിൽ നമുക്ക് ആദ്യം നമ്മുടെ ഡിസൈൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഡിസൈൻ ജസ്റ്റ് ഫ്രീ ഹാൻഡിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വരച്ചെടുക്കാം. ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ടൊരു ഡിസൈൻ വരച്ചെടുക്കുകയാണ്. നമ്മുടെ പാറ്റേൺ ഏകദേശം റെഡിയായി, ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനിപ്പോൾ ഇവിടെ ജിക്സോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആംഗിൾ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നില്ല. ഈ കർവ് ഉള്ളതുകൊണ്ട്, വളവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജിക്സോ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. സോ കെയർഫുള്ളായിട്ട് ജിക്സോ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇതല്ല, നിങ്ങൾക്കിപ്പോൾ ജിക്സോ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സോ ബ്ലേഡ് വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ചെറിയ ആക്സോ ബ്ലേഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്താൽ കർവൊക്കെ ചെറിയ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ജിക്സോ വെച്ചിട്ട് കെയർഫുള്ളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി എഡ്ജസൊക്കെ ഇപ്പം ഷാർപ്പായിരിക്കും. നമുക്കതൊന്ന് ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ കൊണ്ട് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് എഡ്ജസ് എല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അത് അപ്പോൾ തന്നെ ആ പൈപ്പിൻ്റെ പുറം ഭാഗം കൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് പുറം ഭാഗം, ആ റഫായിട്ടിരിക്കുന്ന പുറം ഭാഗം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്മുടെ ലൈറ്റ് ഫിക്സിങ് നമുക്ക് ഭിത്തിയിൽ ഉറപ്പിക്കാനുള്ള ഒരു ഫിക്സ്ചർ ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 4 ഇഞ്ച് പൈപ്പ് തന്നെ ഏകദേശം 1 ഇഞ്ച് വീതിയിലുള്ളത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലോ ടോർച്ച് കൊണ്ട് നന്നായിട്ടൊന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കാം. അതിന് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് ബ്ലോ ടോർച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഹീറ്റാക്കി അത് നന്നായിട്ട് ഫ്ലെക്സിബിളായി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു ചെറിയ 2 തടിയുടെ പീസ് ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് വലിച്ചു പിടിക്കുമ്പോൾ ഏകദേശം സ്ക്വയർ ഷേപ്പിലേക്ക് വരും. സോ ഞാനിവിടെ 2 തടിയുടെ പീസ് നിങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന കാണാം. അത് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് നമ്മുടെ ഭിത്തിയിലെ അഡാപ്റ്ററിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ചെറിയ പീസ് റെഡിയാക്കി എടുക്കണം. അത് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു PVC പൈപ്പ് തന്നെ ഫ്ലെക്സിബിൾ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അഡാപ്റ്റർ പീസൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കത് മാർക്ക് ചെയ്ത് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അതിലൊക്കെ ഒന്ന് ഇറക്കി വെച്ച് നോക്കിയാൽ കറക്റ്റ് ഫിറ്റിംഗ് ആയി. ഇനി നമുക്ക് നമ്മുടെ കട്ടിങ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിക്സർ നമ്മുടെ PVC പൈപ്പിലേക്ക് ചേർന്നിരിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 4 ഇഞ്ചിൻ്റെ പൈപ്പിലെ ഫ്രെയിം നമ്മൾ ലൈറ്റ് യൂസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ആ 4 ഇഞ്ചിൻ്റെ പൈപ്പിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം നല്ല ശരിക്കും അതിനോട് ചേർന്നിരിക്കുന്ന കർവൊക്കെ കറക്റ്റായിട്ട് വന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈപ്പ് അങ്ങനെ യൂസ് ചെയ്ത്. ഇനി അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ ഫെവിക്വിക്കിൻ്റെ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. 4 സൈഡും നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ
ഞാനിത് ഒട്ടിക്കുന്നതിന് മുമ്പേ 2 ഹോൾ ഓൾറെഡി ഇട്ടിരുന്നു. അത് ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചില്ല, ഡ്രില്ലിംഗ് ബിറ്റ് കൊണ്ട് അവിടെ ചെറിയ 2 ഹോൾ ഇട്ട്, കാരണം നമ്മുടെ ആ ഹോൾഡറിൻ്റെ വയറൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് അകം സൈഡ് പെയിൻ്റ് അടിക്കാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അകം മുഴുവൻ നമുക്കൊന്ന് സ്മൂത്തായിട്ട് അടിച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് അകം എല്ലാം നന്നായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തു. പിന്നെ നമ്മുടെ ആ ഹോൾഡറും കൂടെ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കും. ഈ ഹോൾഡറും സെറ്റ് അകത്ത് വരുന്നത് കാരണം അകത്ത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് ഷെയ്ഡിൽ നിന്നാൽ എടുത്തറിയും. അതുകൊണ്ട് നമുക്ക് അതോടൊന്ന് ജസ്റ്റ് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കും. അതിന് ശേഷം ഇതിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കുന്നത്. സോ ആ ബ്ലാക്ക് പെയിൻറ്റും ഗോൾഡൻ പെയിൻറ്റോടെ മിക്സ് ആകാതിരിക്കാനായിട്ട് നമുക്കൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്താൽ അതൊരു പേപ്പർ റോൾ ചെയ്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ലൈറ്റ് ആ ഫ്രെയിമിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അതാകുമ്പം അകം ഫുള്ള് കവർ ചെയ്ത് കിട്ടും. നമുക്ക് പുറത്തടിക്കുന്ന പെയിൻ്റ് ഒരിക്കലും അകത്തോട്ട് പറ്റാതെ ഇരിക്കും. സോ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പേപ്പറിൽ പൊതിഞ്ഞ PVC പേപ്പർ അകത്തോട്ട് കയറ്റി. അതിനുശേഷം നമ്മുടെ ആ പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് വെച്ചാൽ അതുവഴിയൊന്നും അകത്തോട്ട് പെയിൻറ്റ് ഒരു കാരണവശാലും കയറില്ല. ഇനി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് പുറം സൈഡ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മാറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നന്നായിട്ട് പുറം മുഴുവനൊന്ന് അടിച്ചെടുക്കാം. എഡ്ജസും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ എഡ്ജസൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ യെല്ലോ കളർ ഇരിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ബ്ലാക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ അത് നന്നായി ആ ഡിസൈൻ നന്നായിട്ടിരിക്കും. എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. സോ ഇനി നമ്മുടെ ഹോൾഡർ ഫിക്സ് ചെയ്യാം. അതിനായിട്ട് 2 ഹോൾഡർ ഇവിടെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഹോൾഡർ ഒന്ന് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു കണക്ടർ വെച്ചിട്ട് ഈ 2 ലൈനും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കണക്ടർ വെച്ചിട്ട് 2 കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 0.5 വാട്ടിൻ്റെ LED 2 LED ബൾബാണ്. നിങ്ങൾക്ക് വെട്ടം കുറവാണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ബൾബ് യൂസ് ചെയ്യുകയോ മഞ്ഞ ലൈറ്റ് യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇച്ചിരി കൂടെ നന്നായിട്ട്. സോ നമ്മുടെ ലൈറ്റ് ഇത് ഓൾമോസ്റ്റ് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒന്ന് കത്തിച്ച് നോക്കാം. അടിപൊളി ആയിട്ട് കാണാൻ തന്നെ ഒരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ലൈറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം ഇതിന്റെ പിന്നിൽ നമ്മുടെ അനീഷ് ബ്രോ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാടിന്റെ ലൈക്കും ഷെയറും കമന്റും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ലൈറ്റ് നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ V3 സൈനിങ് ഓഫ്. തന്നെ ഇന്ന് നമ്മൾ PVC വൈപ്പോ